Honda H'ness CB350 ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോണ്ടയിൽ നിന്ന് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിയുടെ ഡിസൈൻ നോക്കാൻ നേരത്ത് ഒന്നെങ്കിൽ അത് വളരെ സ്പോർട്ടി ഡിസൈനുള്ള ഒരു വണ്ടിയായിരിക്കും, അല്ലെങ്കിൽ വളരെ സിമ്പിളായ ഒരു ഡിസൈൻ ആയിരിക്കും. അതൊരു കമ്പ്യൂട്ടർ സ്റ്റൈൽ ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടറോ ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ വണ്ടിയിൽ നിന്ന് വ്യത്യാസമായി വന്നേക്കുന്ന ഒരെണ്ണമാണിത്. പണ്ടത്തെ വളരെ ക്ലാസിക്കായ CB സീരീസ് ഡിസൈൻ എടുത്തിട്ട് അതിനകത്തൊരു മോഡേൺ ടച്ച് കൊടുത്തേക്കുന്ന ഒരു വണ്ടിയാണ് ഈ H'ness CB350. അത് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് നമുക്കൊരു ക്ലാസിക് വണ്ടി കാണുന്ന ലുക്കെല്ലാം ഉണ്ട് ഇതിനകത്ത്. പക്ഷേ നമ്മുടെ ഹെഡ്ലൈറ്റ് എടുക്കാൻ നേരത്ത് അതിന് ആ വട്ടത്തിലുള്ള ഷേപ്പിൻ്റെ കൂടെ തന്നെ LED ഹെഡ്ലൈറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അട്രാക്റ്റീവായിട്ട് നിൽക്കുവാണ്. അത് മാത്രമല്ല ഈ ഹെഡ്ലൈറ്റിൻ്റെ റേഞ്ചും കവറേജും ഏറ്റവും ബെസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റായിട്ട് റേഞ്ചും കവറേജും അതുപോലെ തന്നെ നല്ലൊരു അപ്പീലും കിട്ടുന്ന ഒരു ഹെഡ്ലൈറ്റ് വരുന്നൊരു വണ്ടി തന്നെയാണ് ഈ H'ness CB350. അത് നമ്മൾ ഈ വണ്ടിയുടെ ബോഡി ഡയമെൻഷൻ നോക്കുവാണെങ്കിൽ നല്ല വീതിയും വലുപ്പവും വീൽ ബേസും ഒക്കെ കിട്ടുന്നൊരു വണ്ടിയാണ് ഈ H'ness CB350. പിന്നെ ഇതിൻ്റെ ടാങ്ക് എടുക്കാൻ നേരത്ത് വളരെ അട്രാക്റ്റീവായ ടാങ്കാണ്. അത് മാത്രമല്ല ഇതൊരു ഫുൾ മെറ്റൽ ടാങ്കാണ്. അപ്പോൾ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല സോളിഡ് ആയിട്ട് തന്നെ ഇരിക്കുവാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഷാർപ്നെസ്സോ സ്പോർട്ടിനെസ്സോ ഒന്നും കൊടുത്തല്ല വന്നിരിക്കുന്നത്. അതിന് പകരം വളരെ ക്ലാസിക് ആയിട്ടുള്ള ഷേപ്പും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ടാങ്കിനകത്ത് ഹോണ്ടയുടെ ബ്രാൻഡിങ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ലുക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കാരണത്താൽ തന്നെ നമ്മുടെ വണ്ടി വെറുതെ ഇരിക്കുവാണെങ്കിൽ പോലും നല്ല എടുപ്പ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ടാങ്കിൻ്റെ ഷേപ്പ് പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റൈഡിങ് കംഫർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എനിക്ക് ഈ ടാങ്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ടാങ്കിൻ്റെ കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ നമ്മുടെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 ലിറ്റേഴ്സാണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ടാങ്കാണ്. അത് മാത്രമല്ല ഈ വണ്ടിയുടെ മൈലേജ് നമ്മൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 39 കിലോമീറ്ററിനും 41 കിലോമീറ്ററിനും ഇടയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു നമ്പറാണ്. കാരണം ഇങ്ങനത്തെ ഒരു സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ചും ഒരു 350cc വണ്ടിക്കകത്ത് ഇത്ര നല്ലൊരു നമ്പർ കിട്ടുന്നത് നല്ലൊരു മൈലേജാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഈ മൈലേജ് തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കാരണം മൈലേജ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഓടിക്കുന്ന കണ്ടീഷൻ അനുസരിച്ചും പിന്നെ അതുപോലെ നമ്മൾ എങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്, അതായത് നമ്മുടെ റൈഡിങ് സ്റ്റൈലിനെയും കൂടെ വെച്ചാണ് മൈലേജ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ടാങ്കിൻ്റെ ഡിസൈൻ നോക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് പോകാം. അപ്പോൾ ബാക്കിലേക്ക് വരാൻ നേരത്തും ഈ ഒരു ക്ലാസിക് ലുക്ക് അല്ലെങ്കിൽ ഒരു വളരെ സിമ്പിൾ ആയിട്ടൊരു ലുക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ടെയിൽ ലൈറ്റ് നോക്കുവാണെങ്കിൽ ഇതൊരു LED ടെയിൽ ലൈറ്റാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരു ചെറിയ യൂണിറ്റാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നതന്നെയാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഡിസൈനിന് മാച്ച് ആവുന്ന ഇങ്ങനത്തെ ഒരു യൂണിറ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് നല്ലോണം തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വണ്ടിയുടെ മഡ് ഗാർഡ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നോക്കിയാൽ അത് മെറ്റൽ തന്നെയാണ് വരുന്നത്. അത് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകതയാണ്. അതായത് ഇതിനകത്ത് മിക്ക പാർട്സും മെറ്റൽ തന്നെയാണ്. നമുക്ക് ഈ എക്സോസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു മെറ്റൽ ക്രോം ഫിനിഷ് എക്സോസ്റ്റ് ആണ്. അതും ഇതിൽ നിന്നാണ് ഇത്രയും നല്ലൊരു എക്സോസ്റ്റ് നോട്ട് വരുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്. അതാണ് നിങ്ങൾ വീഡിയോ തുടങ്ങിയപ്പോൾ ആദ്യം കേട്ടത്. ഇനി നമ്മൾ വണ്ടിയുടെ ഹാൻഡിൽ ബാർ നോക്കുവാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ടൈപ്പ് ഹാൻഡിൽ ബാർ ആണ്. അത് മാത്രമല്ല ഇത് ഒരുപാട് ദൂരെ ഒന്നും ഇരിക്കില്ല. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ പിടിക്കാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഒരുപാട് പൊക്കത്തിലോ താത്തിയല്ല വെച്ചേക്കുന്നത്. ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു പോസ്റ്റർ കിട്ടുന്ന രീതി തന്നെയാണ് ഹാൻഡിൽ ബാർ വന്നേക്കുന്നത്. പിന്നെ ഈ ഹാൻഡിൽ ബാറിനകത്തുള്ള സ്വിച്ച് കൺട്രോൾ എടുക്കാൻ നേരത്ത് നമുക്ക് എല്ലാ സ്വിച്ച് കൺട്രോൾസും കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്ന പാസ് ലൈറ്റും ബ്രൈറ്റ് കൺട്രോൾ ടോഗിളാണ്. പിന്നെ അത് കഴിഞ്ഞ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൺ ആണ്. പിന്നെയാണ് ഇൻഡിക്കേറ്റർ ടോഗിൾ. അപ്പോൾ അത് നമുക്കൊരു ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണയുള്ള ബൈക്കിൽ നിന്ന് മാറ്റം വന്നേക്കാണ്. അപ്പോൾ ആദ്യം എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പിന്നെ അതായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടായിരുന്നു. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരാൻ നേരത്ത് ഇവിടെ നമുക്ക് എഞ്ചിൻ കില്ലും അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടും കൂടെ ഒറ്റ സ്വിച്ച് ആയിട്ടാണ്. അപ്പോൾ നല്ലൊരു കാര്യമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹെസാർഡ് സ്വിച്ചും വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ആവശ്യമുള്ള തന്നെ തന്നേക്കുവാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ചിൻ്റെ ക്വാളിറ്റി എല്ലാം പെർഫെക്റ്റ് ആണ്. അതായത് എല്ലാ സ്വിച്ചും നല്ല ക്വാളിറ്റികളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം നല്ലോണം ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ വണ്ടിയുടെ സ്പീഡോ കൺസോൾ നോക്കുവാണെങ്കിൽ ഇതൊരു ഡിജിറ്റൽ അനലോഗ് മീറ്ററാണ്. അതായത് നമുക്കൊരു ഡിജിറ്റൽ പോർഷനുണ്ട്, അനലോഗ് പോർഷനുണ്ട്. അത് ഈ അനലോഗ് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പീഡോ മീറ്റർ തന്നെയാണ്. പിന്നെ ഡിജിറ്റൽ പോർഷൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നമുക്കതിനകത്ത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും പിന്നെ അത് കൂടാതെ ഫ്യൂൽ ലെവലും ട്രിപ്പ് മീറ്റേഴ്സും ഡിസ്റ്റൻസ് ടു എംടി, ആവറേജ് മൈലേജ്, റിയൽ ടൈം മൈലേജ്, പിന്നെ അതുകൂടാതെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നമുക്കിവിടെ RPM മീറ്റർ മിസ്സിംഗ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ കിട്ടുന്നില്ല. പിന്നെ വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് 2 വേരിയൻറ്റ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഡീലക്സ് എന്ന് പറയുന്ന വേരിയൻറ്റ്, അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഡീലക്സ് പ്രോ ആണ്. അപ്പോൾ നിങ്ങൾ ഡീലക്സ് പ്രോ എടുക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഹോണ്ടയുടെ സ്മാർട്ട് ഫോൺ വോയിസ് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞൊരു കാര്യം കിട്ടുന്നുണ്ട്. അതായത് അതൊരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കണക്കാണ്. പിന്നെ അത് കൂടാതെ ഈ ഡീലക്സ് പ്രോയുടെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളേഴ്സ് എല്ലാം ഡ്യുവൽ ടോൺ കളേഴ്സാണ്. പക്ഷേ നമുക്ക് ഡീലക്സിനകത്ത് ഇങ്ങനെ സിംഗിൾ ടോൺ കളർ മാത്രമേ വരൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഡീലക്സ് പ്രോ എടുക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഡ്യുവൽ ഹോണും കിട്ടും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഡീലക്സ് പ്രോന് നമ്മുടെ ഡീലക്സ് വേരിയന്റിൽ നിന്ന് വ്യത്യാസമായിട്ട് വരുന്നത്. അത് ഇതിൻ്റെ ഡിസൈനകത്ത് ഒരു കാര്യം കൂടെ നോക്കാറുണ്ട്. ഇവിടുത്തെ വീൽസ് അലോയ് വീൽസ് ആണ്. അത് നമ്മുടെ ഫ്രണ്ടിലത്തെ വീൽ നോക്കുവാണെങ്കിൽ 7 വൈ ഷേപ്ഡ് പാറ്റേൺ ഉപയോഗിച്ചേക്കുന്നതാണ്. അതായത് നമ്മുടെ ഡിസൈനിന് ബ്ലെൻഡ് ആവുന്ന രീതിയിലാണ്. ഞാൻ പറഞ്ഞില്ല ഒരു ക്ലാസിക് ഡിസൈനാണ്. പക്ഷേ അവർക്ക് മോഡേൺ അപ്രോച്ച് അല്ലെങ്കിൽ മോഡേൺ ടച്ച് കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വർഷത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കിട്ടേണ്ട രീതിയിൽ ചെയ്തേക്കുവാണ്. അപ്പോൾ കാരണത്താൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈനാണ്. അതും എനിക്ക് ഈ ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി പറയുവാണെങ്കിൽ പോലും, അതായത് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ പോലും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഹോണ്ട അതിനകത്തൊന്നും ഒരു പ്രശ്നവും വരുത്തിയിട്ടില്ല. ഒരു തരത്തിലും ഒരു ഡിസൈനിലും ബിൽഡ് ക്വാളിറ്റിക്കകത്തും കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ട് തോന്നില്ല. അപ്പോൾ ഇതേ കണക്ക് തന്നെ കോസ്റ്റ് കട്ടിങ് ചെയ്യാതെ പ്രോപ്പറായിട്ട് എഞ്ചിനീയറിംഗ് നടത്തി ബെസ്റ്റായിട്ട് ചെയ്തിരിക്കുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിൻ്റെ എഞ്ചിനാണ്. അതും ഹോണ്ടയുടെ എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിഫൈൻമെൻറ്റ് കൂടിയ എഞ്ചിനാണ്. അപ്പോൾ നിങ്ങൾ ഹോണ്ടയുടെ ഏത് വണ്ടി എടുത്താലും നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിനെക്കാട്ടിയൊക്കെ ബെറ്റർ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ എഞ്ചിൻ ചെയ്തേക്കുന്നത്. ഇവിടെ വന്നേക്കുന്ന എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 348.36 cc എഞ്ചിനാണ്. ഇതൊരു എയർ കൂൾഡ് എഞ്ചിനാണ്. ഇത് 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ BS6 സ്റ്റാൻഡേർഡ് പ്രോഗ്രാം ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ്. അത് ഈ എഞ്ചിനകത്ത് കിട്ടുന്ന മാക്സ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 15.5 kW at 5500 RPM, മാക്സ് നെറ്റ് ടോർക്ക് 30 Nm at 3000 RPM ആണ്. അപ്പോൾ ഇത് നല്ല നമ്പേഴ്സാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ടോർക്ക് നല്ലോണം തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ടെസ്റ്റ് റൈഡ് ചെയ്ത സമയത്ത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അതായത് എഞ്ചിൻ വളരെ സ്മൂത്തായ എഞ്ചിനാണ്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കാൻ നേരത്ത്, പ്രത്യേകിച്ചും നമുക്ക് ഇതിൻ്റെ കോമ്പറ്റീഷൻ നോക്കാൻ നേരത്ത് അതിനകത്തൊക്കെ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ പണ്ടുതൊട്ടേ കേൾക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഈ എഞ്ചിനകത്തില്ല. വളരെ സ്മൂത്തും വളരെ റിഫൈൻഡ്. ഇതിപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അത് കഴിഞ്ഞ് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ സ്മൂത്ത്നെസ് കുറച്ചും കൂടെ കൂടുന്ന കണക്കാണ്. പ്രത്യേകിച്ചും ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നോക്കാൻ നേരത്ത് പെർഫെക്റ്റ് ആയ ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. അതായത് നമുക്കിപ്പോൾ ഗിയർ ഇടുന്ന സമയത്ത് ഒരു തരത്തിലും ആ ഗിയർ മിസ്സിങ്ങോ അല്ലെങ്കിൽ ഏത് ഗിയർ ഇട്ടെന്നുള്ള സംശയമൊന്നും വരത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഗിയർ ഏതാണോ അത് കറക്റ്റായിട്ട് പോയി വീഴും. അത് ആ വീഴുന്നതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു എഞ്ചിനും അതിൻ്റെ കൂടെ തന്നെ ഒരു പെർഫെക്റ്റ് ആയ ഒരു ഗിയർ സിസ്റ്റം എല്ലാം കൂടെ തന്നേക്കുന്ന ഒരു വണ്ടി എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റിനകത്ത് ഇതുവരെ ഇല്ലായിരുന്നു കാണും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു ഇംപ്രഷൻ തരുന്ന കണക്കാണ്. നമുക്ക് ഓടിച്ച് തുടങ്ങി കഴിയുമ്പോൾ നിർത്താൻ തോന്നുന്ന കണക്കാണ്. ഒരു റൈഡ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ദൂരെ പോകാനോ അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള റൈഡിനായാൽ പോലും ഏറ്റവും ബെസ്റ്റ് ഒരു കമ്പാനിയൻ കണക്കാണ് ഈ ഹൈനസ് CB350. അതായത് എൻ്റെ ടെസ്റ്റിംഗ് കഴിഞ്ഞപ്പം ആ CB സീരീസ് എന്ന് പറയുന്ന പേര് ഏറ്റവും കൂടുതൽ മാച്ചിങ് ആവുന്ന ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ കമ്പ്യൂട്ടർ ബൈക്കായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ദിവസത്തിനുള്ള ഉപയോഗത്തിന്, ഓഫീസിൽ പോകുന്ന കാര്യത്തിനും അങ്ങനത്തെ എല്ലാത്തിനും വേണ്ടി നമുക്ക് ഈ വണ്ടി ഉപയോഗിക്കാം. അത് കൂടാതെ നമുക്ക് ടൂറിങ്ങിന് പോകുന്ന സമയത്തും ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതായത് ലോങ് റൈഡിനും പറ്റിയൊരു വണ്ടിയാണ്. അതിങ്ങനെ ആവാനുള്ള കാരണങ്ങൾ പലതാണ്. അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഒരു തരത്തിലും ഒരു വൈബ്രേഷൻ ഇല്ല. അത് നമ്മളിപ്പോൾ ഏത് സ്പീഡ് റേഞ്ചിൽ ഓടിച്ചാലും വണ്ടിക്ക് പറ്റുന്ന സ്പീഡ് റേഞ്ചിൽ ഏതിൽ ഓടിച്ചാലും വൈബ്രേഷൻ ഒട്ടും ഫീൽ ചെയ്യത്തില്ല. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ഹാൻഡിൽ ബാറിൽ നിന്നായാൽ പോലും നമുക്ക് ഒരു തരത്തിലുള്ള ഒരു അസൗകര്യം തോന്നുന്ന രീതിയിലല്ല വന്നേക്കുന്നത്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. പിന്നെ അതിൻ്റെ ഗിയർ ബോക്സ് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ചിലർക്ക് അതിനകത്തൊരു പ്രശ്നം തോന്നാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 സ്പീഡ് ഗിയർ ബോക്സ് എന്താണ് ഉപയോഗിക്കാത്തത്. പക്ഷേ ഇവിടുത്തെ ഗിയർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നീട്ടിയാണ് ഇട്ടേക്കുന്നത്. അതായത് നമുക്ക് ഒരു ഗിയറിൽ നിന്ന് അടുത്ത ഗിയറിലേക്ക് അത്യാവശ്യം സ്പീഡ് എടുത്തതിന് ശേഷം മാറ്റേണ്ട രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് അല്ലാതെയും ചെയ്യാം. പക്ഷേ എനിക്കൊരു ഐഡിയൽ സ്പീഡായിട്ട് തോന്നി അങ്ങനെയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 5th ഗിയറിലേക്ക് പോകണമെങ്കിൽ ഒരു 70+ ആയതിനു ശേഷം മാത്രമേ 5th ഗിയർ ആവശ്യമുള്ളൂ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. അത് നമുക്ക് വേണമെങ്കിൽ മാറ്റി കുറച്ചുകൂടെ മുമ്പേ ഇടാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു പെർഫെക്റ്റ് സെറ്റിംഗ് ആയിട്ട് അവർ കുറച്ചും കൂടെ വലുതാക്കിയാണ് ഗിയർ റേഷ്യോ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ കാരണത്താൽ തന്നെ ആ ഒരു 6ാമത്തെ ഗിയർ ഇല്ലാത്തൊരു മിസ്സിങ് എനിക്ക് തോന്നിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്കൊരു 6ാമത്തെ ഗിയർ കൂടെ തന്നിരുന്നെങ്കിൽ ഈ റേഷ്യോ കംപ്ലീറ്റ്ലി മാറേണ്ടി വന്നേനെ. അത് മാത്രമല്ല അതിൻ്റെ ട്യൂണിങ് മൊത്തത്തിൽ മാറും. അപ്പോൾ ചിലപ്പോൾ റൈഡ് എക്സ്പീരിയൻസിനകത്ത് മാറ്റം വരാം. അപ്പോൾ അതുകൊണ്ട് ഞാനിതാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗിയർ കുറച്ചും കൂടെ നീട്ടി ഇട്ടാൽ പോലും നമുക്ക് അതിനകത്ത് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തന്നെ 3rd ഗിയറും 4th ഗിയറിലൊക്കെ ഇട്ടാൽ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഒരു സ്മൂത്ത് ആയ ഒരു റൈഡ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഒന്ന് ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞ് നല്ലൊരു സ്പീഡ് എടുക്കണം തോന്നുവാണെങ്കിൽ കൈ നല്ലോണം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വണ്ടി ഒരു പ്രശ്നവും കൂടാതെ അല്ലെങ്കിൽ ഒരു തടസ്സവും കൂടാതെ തന്നെ വണ്ടി കയറി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 100 എത്താനും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ ചെയ്തേക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ വൈബ്രേഷൻ ഇല്ലാത്തതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ റൈഡിങ് കംഫർട്ട് ഏറ്റവും ബെസ്റ്റാണ്. ഈ സെഗ്മെൻറ്റിൽ ഞാൻ ഓടിച്ച വണ്ടികളിനകത്ത് എനിക്ക് ഏറ്റവും ബെസ്റ്റ് റൈഡിങ് കംഫർട്ട് കിട്ടിയൊരു വണ്ടിയാണ് ഈ ഹൈനസ് CB350. അതായത് റൈഡിങ് കംഫർട്ടിനകത്ത് നമുക്ക് ആദ്യം എടുത്ത് പറയേണ്ട സീറ്റിംഗ് ആണ്. സീറ്റിംഗ് ഞാൻ ആദ്യം പറഞ്ഞു. സീറ്റിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഇരിക്കുന്ന രീതിയിലാണ്. നമ്മുടെ നടുവിനോ അങ്ങനത്തെ രീതിയിലൊന്നും പ്രശ്നം വരാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ സീറ്റിൻ്റെ വലുപ്പവും വീതിയും കുഷനിങ്ങും ഒക്കെ നോക്കാൻ നേരത്ത് ഈ സീറ്റിൻ്റെ വലുപ്പവും വീതിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലുതല്ല, എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് ആവശ്യമുള്ള രീതിയിലാണ്. അതായത് നമ്മുടെ റൈഡറിനും പിലിയണിനും നമുക്ക് അത്യാവശ്യം സീറ്റിംഗ് ഏരിയ കിട്ടുന്നുണ്ട്. പിന്നെ കുഷനിങ്ങിൻ്റെ കാര്യം പറയാൻ നേരത്ത് അത്യാവശ്യം സോഫ്റ്റ് ആയ കുഷനിങ് ആണ്. അതും ഞാൻ അതിനകത്തൊരു 70 കിലോമീറ്റേഴ്സ് ഒറ്റ സ്ട്രെച്ചിൽ പോയ സമയത്ത് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അത് നമുക്ക് ഒന്ന് എണീറ്റ് റെസ്റ്റ് എടുക്കണമെന്നോ അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തോന്നിയില്ല. കുറച്ചും കൂടെ ഓടിക്കാനുള്ള ഒരു ഫീൽ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഹോണ്ട ഈ വണ്ടിയുടെ വെയിറ്റ് ബാലൻസും കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് വണ്ടി ഒരു സ്ഥലത്തേക്ക് വെയിറ്റ് കൂടുന്നതായിട്ടോ അല്ലെങ്കിൽ ചരിയുന്നതായിട്ടൊന്നും തോന്നില്ല. പിന്നെ വെയിറ്റിൻ്റെ കാര്യം പറയാൻ നേരത്തെ തന്നെ ഒരുപാട് വെയിറ്റ് കൂടിയ വണ്ടിയൊന്നുമല്ല. 181 kilograms ആണ്. എൻ്റെ കയ്യിൽ നല്ലോണം നിൽക്കുന്നുണ്ടായിരുന്നു വണ്ടി. എനിക്ക് അങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല. അത് മാത്രമല്ല ഇപ്പോൾ ഒരു ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവർക്കൊരു ബുദ്ധിമുട്ട് തരാത്ത രീതിയിലാണ് ഇതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ കാരണം കൂടെ നമ്മുടെ റൈഡ് കംഫർട്ടിനകത്ത് ഒരു കാര്യമായിട്ട്. പിന്നെ എടുത്ത് പറയേണ്ട വേറെ കാര്യം സസ്പെൻഷൻസ് ആണ്. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഉപയോഗിച്ചിരിക്കുന്ന സസ്പെൻഷൻ നല്ല ക്വാളിറ്റിയുള്ള സസ്പെൻഷനാണ്. ഫ്രണ്ടിൽ വന്നേക്കുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. പിന്നെ ബാക്കിലുള്ളത് ട്വിൻ ഹൈഡ്രോളിക് സസ്പെൻഷനാണ്. അത് ഇവിടുത്തെ സസ്പെൻഷൻ്റെ സെറ്റിംഗ് എനിക്ക് സോഫ്റ്റ് ആയിട്ടാണ് തോന്നിയത്. അതായത് ഒരു തരത്തിലും സസ്പെൻഷൻ ആ ഒരു കട്ടി കൂടുതലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എങ്ങനത്തെ റോഡിൽ ഓടിച്ചാൽ പോലും എന്ത് കണ്ടീഷൻ ആയാൽ പോലും അതെല്ലാം ഈ സസ്പെൻഷൻ എടുക്കുന്നുണ്ടായിരുന്നു. ആ സ്ട്രെയിനും സ്ട്രെസ്സും എല്ലാം സസ്പെൻഷൻ തന്നെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റൈഡിങ് സമയത്ത് നമുക്ക് റൈഡേഴ്സിന് ബുദ്ധിമുട്ട് വരുന്നില്ലായിരുന്നു. അതും ഇതുപോലെ തന്നെയാണ് നമ്മളെ പിലിയണിന് കിട്ടുന്ന സീറ്റിംഗ് കംഫർട്ട്. അതായത് നമ്മുടെ ബാക്കിലിരിക്കുന്ന ആളുടെ സീറ്റിംഗ് ഏരിയ നോക്കാൻ നേരത്ത് അത്യാവശ്യമുണ്ട്. അത് മാത്രമല്ല സീറ്റിൻ്റെ കുഷനിങ് നോക്കുവാണെങ്കിൽ നമ്മളെ റൈഡറിന് കിട്ടുന്ന കുഷനിങ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഈ ബാക്കിലിരിക്കുന്ന ആളുടെ സീറ്റിംഗ് ഹൈറ്റ് നോക്കുവാണെങ്കിൽ അത് ഒരുപാട് പൊക്കത്തിലല്ലാത്തതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനും എളുപ്പമാണ്. പക്ഷേ നമുക്ക് ഒരുപാട് ഹൈറ്റ് കൂടിയൊരു പില്ലിയനാണ് ബാക്കി ഇരിക്കുന്നതെങ്കിൽ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഡിസ്കംഫർട്ട് തോന്നാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ സീറ്റ് ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ റൈഡറിൻ്റെ സീറ്റ് ഹൈറ്റ് ഒന്ന് നോക്കാം. അത് 800 mm ആണ്. അതും എനിക്കിത് പെർഫെക്റ്റ് ആയിരുന്നു. അതായത് എൻ്റെ കാല് താഴെ എത്തുന്നതിനകത്ത് ബുദ്ധിമുട്ട് വരിക അല്ലെങ്കിൽ നമ്മുടെ കാല് എവിടെയും തട്ടുന്ന പ്രശ്നം വരിക അങ്ങനത്തെ ഒന്നും വന്നില്ല. അതും എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് ഹൈറ്റ് കറക്റ്റായിട്ട് ചെയ്തേക്കുവാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഹൈറ്റ് കുറഞ്ഞൊരു വ്യക്തിയാണെങ്കിലും ഒരുപാട് ഹൈറ്റ് കൂടിയൊരു വ്യക്തിയാണെങ്കിലും ഈ വണ്ടി ഓടിക്കാൻ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. ഒരു 5 feet 4 inch റേഞ്ച് തൊട്ട് പിന്നെ ഒരു 6 feet 3 inch വരെയുള്ള റൈഡേഴ്സിന് ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഓടിക്കാൻ പറ്റേണ്ട ഒരു വണ്ടിയാണ് ഈ ഹൈനസ് CB350. അപ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ടും അതുപോലെ തന്നെ എഞ്ചിൻ്റെ ക്വാളിറ്റിയും എക്സ്പീരിയൻസും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തേക്കുന്ന പോലെ തന്നെ അടുത്ത നല്ലോണം ചെയ്തേക്കുന്ന വേറൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി സൈഡാണ്. അതായത് ഈ വണ്ടിയിൽ വരുന്ന ബ്രേക്സ് ആദ്യം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ABS കിട്ടുന്നുണ്ട്. അതും ഡ്യുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ടിലും ബാക്കിലും ABS വരുന്നുണ്ട്. അതും ഫ്രണ്ടിലത്തെ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 310 mm ഡിസ്ക് ആണ്. അതും ബാക്കിലത്തെ ബ്രേക്ക് 240 mm ഡിസ്ക് ആണ്. അത് നമ്മൾ ഈ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ വീതി നോക്കുവാണെങ്കിൽ ഇതൊരു 100 mm തിക്ക് ടയറാണ്. അത് 19 inch റിമ്പിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിലത്തെ ടയർ കുറച്ചും കൂടെ വീതി കൂടിയ ടയറാണ്. 130 mm തിക്നെസ് ഉള്ള ടയറാണ്. അത് കൊടുത്തേക്കുന്നത് 18 inch റിമ്പിനകത്താണ്. അപ്പോൾ ഇതിൻ്റെ വീതി ടയറിൻ്റെ വീതിയും അതുപോലെ തന്നെ ബ്രേക്കും എല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 80 km/h പോയിട്ട് നമുക്ക് സഡൻ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യം വന്നാലും വണ്ടി ഒരു കുഴപ്പമില്ലാതെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് ഇത്ര വെയിറ്റും മാസം കൂടിയ വണ്ടിയായിട്ട് പോലും ഒരു തടസ്സവും ഇല്ലാതെ ഒരു വണ്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമ്മുടെ കൺട്രോളിൽ നിൽക്കും. പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ ഒരു കേർവ് ഒക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം സ്പീഡിൽ തന്നെ നല്ലോണം കേർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഗ്രിപ്പ് നല്ലോണം ഉണ്ട് വണ്ടിക്കകത്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഹൈവേയിൽ 100 km അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ പോലും വണ്ടി നല്ല സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കും. വണ്ടി റോഡിൽ നിന്ന് വിട്ടുപോകുന്ന പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ വെട്ടിച്ച് മാറ്റാൻ പറ്റുന്ന നമുക്കൊരു വണ്ടിയല്ല. കാരണം അതിൻ്റെ ഡിസൈൻ അങ്ങനെയല്ല. എന്നാൽ പോലും നമുക്കിപ്പോൾ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ പോണതിനകത്തോ അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ സ്പേസിൻ്റെ ഇടയിൽ കൂടെ ഒന്നും പോണതിനകത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുവാണെങ്കിൽ അത് 166 mm ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ മോശമായ റോഡിൽ കൂടെ ഓടിച്ച് നോക്കിയപ്പോൾ പോലും വണ്ടിയുടെ അടി ഇടിക്കുന്ന ഒരു പ്രശ്നം വന്നില്ല. പിന്നെ ഈ വണ്ടിക്കകത്ത് നമുക്ക് ഹോണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ടെക്നോളജിയും തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ വണ്ടിക്കകത്ത് സെലക്ടബിൾ ടോർക്ക് കൺട്രോൾ സിസ്റ്റം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ത്രോട്ടിൽ ചെയ്യുകയാണെങ്കിൽ വണ്ടിയുടെ ബാക്ക് എടുക്കുന്ന പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതായത് നമ്മളിപ്പോൾ ഏത് കണ്ടീഷനിൽ ഓടിച്ചാൽ പോലും വണ്ടി ഇങ്ങനെ ബാക്ക് ചിറക്കുന്നോ അല്ലെങ്കിൽ സ്കിഡ് ആവുന്നതൊന്നും പ്രശ്നം വരത്തില്ല. അപ്പോൾ അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. പിന്നെ അത് കൂടാതെ ഈ വണ്ടിക്കകത്ത് നമുക്ക് സ്ലിപ്പർ ക്ലച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്, എടുത്ത് പറയേണ്ട കാര്യമാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ക്ലച്ച് ഫീൽ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരുന്നു. അതായത് വളരെ സോഫ്റ്റ് സെറ്റിങ്ങിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു സ്ട്രെയിനും വരത്തില്ല. പിന്നെ ഞാൻ 1000 ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിനെ പറ്റി തന്നെയാണ്. അതായത് നമുക്ക് സാധാരണ ഇങ്ങനത്തെ സെഗ്മെൻറ്റിലുള്ള വണ്ടിക്കകത്ത് നമ്മൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ റൈഡ് പോകാൻ നേരത്ത് നമുക്ക് എഞ്ചിൽ നിന്ന് ഒരുപാട് ചൂട് വരാം. അപ്പോൾ ചില സമയത്തൊക്കെ ലോങ് ഡിസ്റ്റൻസ് പോകേണ്ട അല്ലാതെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ നല്ല ചൂടുള്ളൊരു ദിവസം തന്നെയാണ് പോയത്. അത് ഞാൻ ഒരു 70 km റൈഡിന് പോയായിരുന്നു. എന്നിട്ട് പോലും ഈ എഞ്ചിൽ നിന്ന് അങ്ങനെ ഒരു ചൂടടിക്കും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അങ്ങനത്തെ ഒരു കാര്യങ്ങളും തോന്നിയില്ല. അതായത് ആ ഭാഗത്തും ഹോണ്ട കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും. ഈ ഹൈനസ് CB350 എന്ന് പറയുന്ന വണ്ടി ഹോണ്ട പെർഫെക്റ്റ് ആയിട്ട് ചെയ്തേക്കുന്ന വണ്ടിയിൽ ഒന്ന് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഓൺ റോഡ് പ്രൈസിങ് ഇല്ല. അതിന് നിങ്ങൾ കറക്റ്റായി ഡീലർഷിപ്പിനെ കോൺടാക്ട് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് ഡൽഹി എക്സ്ഷോറൂം പ്രൈസിങ് ചെയ്യാൻ 1,90,000 നോക്കുവാണെങ്കിൽ ആ പ്രൈസിന് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും തന്നിട്ട് അത് കൂടാതെ ഏറ്റവും പെർഫെക്ഷനോടുകൂടി സെറ്റ് ചെയ്യുന്നൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനിലൊന്നാണ് ഈ ഹൈനസ് CB350. അത് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു വണ്ടി എടുത്ത് അത് ടെസ്റ്റ് റൈഡ് ചെയ്ത് അതിൻ്റെ റിവ്യൂ കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കാൻ നേരത്ത് ആ ഒരു റൈഡിങ് ഫീൽ അങ്ങ് പോണെയാണ്. പക്ഷേ ഈ ഹൈനസ് CB350 മാത്രം അത് ഇപ്പോഴും നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും റിഫൈൻമെൻറ്റും സ്മൂത്ത്നെസ്സും കൂടിയൊരു വണ്ടി ഞാൻ ഇടയ്ക്കൊന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതും ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നൊരു വണ്ടി തന്നെയാണ് ഈ ഹൈനസ് CB350. പക്ഷേ ഞാൻ എടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇങ്ങനത്തെ ഒരു സെഗ്മെൻറ്റിൽ ഒരു വണ്ടി എടുക്കാൻ തീരുമാനിച്ചെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്കും പോരായ്മകളുണ്ട്. അതായത് ചില കാര്യങ്ങളൊക്കെ ഹോണ്ട സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒന്ന് വെച്ചാൽ നമുക്ക് RPM മീറ്റർ കിട്ടാത്തതും അതുപോലെ തന്നെ ചിലർക്കാണെങ്കിൽ 6th ഗിയർ ഇല്ല എന്നുള്ളൊരു പ്രശ്നമായിട്ട് തോന്നാം. പക്ഷേ ഇതിനകത്ത് എനിക്കാവുന്നതല്ല ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയത്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ അവൈലബിലിറ്റിയാണ്. അതായത് നമുക്കിത് സാധാ ഡീലർഷിപ്സിൽ കിട്ടുന്നതല്ല. അതിന് പകരം ബിഗ് വിങ് ഹോണ്ട ഡീലർഷിപ്സിൽ മാത്രമേ ഈ വണ്ടി കിട്ടൂ. അപ്പോൾ അതെനിക്കൊരു വലിയ പോരായ്മയായിട്ടാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊല്ലം കേരളത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഹോണ്ടയുടെ വേറെ ഏതെങ്കിലും ഒരു സ്കൂട്ടറോ ബൈക്കോ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊല്ലത്തെ മെയിൻ ഡീലറായ വാഹിനി ഹോണ്ടയെ കോൺടാക്ട് ചെയ്യാം. അതിനുവേണ്ടി ഈ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.